സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ കുറേ നാളായിട്ട് വീഡിയോ ഒന്നും ഇല്ലായിരുന്നേ. അത് സംഭവം ഈ വീട് മാറുന്നതിൻ്റെ കാര്യം പരിപാടിയൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പം ഇവിടെ വന്നാലും എല്ലാവർക്കും അറിയാമല്ലോ, വീട് മാറ്റമാണ് UK മെയിൻ. അപ്പോൾ ഞങ്ങൾ മാറി. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. ഇത്രയേ ഉള്ളൂ വീട്. ഞാൻ അല്ലാണ്ടൊരു ഹോം ടൂർ നടത്തുന്നുണ്ട്. അപ്പോൾ വീട് അല്ലാണ്ട് പിടിക്കാം. പിന്നെ ഇത് വീടിൻ്റെ ഒരു ഫ്രണ്ട് വശമാണ്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലാണ്. ഇവിടെ വണ്ടിയൊന്നും വരാൻ പറ്റത്തില്ല. ഭയങ്കര ഫുൾ ടൈം ഭയങ്കര സൈലൻസിന് പിള്ളേർക്കൊക്കെ കളിക്കാനായിട്ടുള്ള ഭയങ്കര സെറ്റപ്പാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ വെക്കേഷന് പോവുകയാണ്, സ്റ്റേക്കേഷൻ ലണ്ടനിൽ പോവുകയാണ്. അപ്പം നമ്മളിങ്ങനെ ഇവിടത്തുകാർ പോകണമെങ്കിൽ ഇങ്ങനെ എപ്പോഴും ഒന്നും പോകത്തില്ലല്ലോ, വല്ലപ്പോഴാണ് ഇങ്ങനെ തെന്നിയും തെറിച്ച് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകും. അപ്പോൾ പോകുമ്പോഴത്തേനും അതൊന്ന് കുറച്ചും കൂടെ കളറാക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട്, അത്യാവശ്യം സാധനങ്ങൾ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാലും നമുക്കിങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ മേടിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് എനിക്ക് ഒന്ന് ഡ്രസ്സ് വേണം, പിന്നെ വിധത്തിനും കുറച്ച് സാധനങ്ങൾ മേടിക്കണം. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ്. പിന്നെ എനിക്കാണെങ്കിൽ ഞാൻ ഈ മേക്കപ്പ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. എന്നുവെച്ചാൽ ലിപ്സ്റ്റിക്ക് ഇട്ടില്ലാണ്ട് ഈ ഫൗണ്ടേഷൻ പോലത്തെ സംഭവങ്ങളൊന്നും എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞും കൂടാ. അപ്പം അതൊന്ന് വാങ്ങണമെന്ന് എനിക്കുണ്ട്. പറ്റുവാണെങ്കിൽ ഞാനത് മേടിക്കും. അപ്പോൾ ലണ്ടനിൽ പോകുമ്പോൾ മേക്കപ്പ് ഒക്കെ ഇട്ട് നടക്കാമല്ലോ. ഇനി ഡ്രസ്സ് മേടിക്കണം. അപ്പോൾ അതിന് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ ഒരു 12 മണി സമയമായി. എന്തോ ഭാഗ്യത്തിന് ഇന്ന് ഇച്ചിരി സൺലൈറ്റ് ഉണ്ട്. സാധാരണ ഇപ്പോൾ സൺലൈറ്റ് അങ്ങനെ കിട്ടാറേ ഇല്ല. അപ്പം ഈ ക്ലൈമറ്റ് തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ തന്നെ നിൽക്കണേന്നാണ് പ്രാർത്ഥന. കാരണം ഇപ്പോൾ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്നൊക്കെ നോക്കി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാം. കമ്മാ. അപ്പോൾ ഞങ്ങളിതാ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റോഡ് കണ്ടിട്ട് നിങ്ങളിത് ഹർത്താലാണെന്നൊന്നും വിചാരിക്കല്ലേ. ഇത് ഡാർലിംഗ്ടണിലെ ഒരു സാധാരണ വിൻ്ററിലെ ഒരു കാഴ്ചയാണ് ഈ കാണുന്ന. ഒറ്റ മനുഷ്യർ കാണത്തില്ല റോട്ടിൽ. ഇപ്പോൾ തന്നെ ഞാനും ഒരു 2-3 വരും, അത്രയൊക്കെ കാണത്തുള്ളൂ. അത് തന്നെ മാക്സിമം ആണ്. കാരണം ക്രോസ് ചെയ്യട്ടെ. കാരണം ഭയങ്കര ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യം നല്ല തണുപ്പാണ് ഇവിടെ. അപ്പം ഈ ഒരു ടൈമിലല്ല എനിക്ക് തോന്നുന്നു ഈ ഒരു സ്ഥലത്ത് ഒരു ടൈമിലും ആരും ഇങ്ങനെ വെളിയിൽ ഇറങ്ങാറില്ല. എപ്പോഴും ഇങ്ങനെ ശാന്തമായിരിക്കും. അതുകൊണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ 10 ആൾക്കാരെയും കൂടെ കാണാനാണ് ലണ്ടനിലൊക്കെ പോകുന്നത്. ഒന്ന് കുറച്ച് പേര് കാണുമ്പോൾ തന്നെ ഒരു സമാധാനം ഉണ്ടല്ലോ. ഇവിടെ എപ്പോഴും ഇങ്ങനെ ശ്മശാന മൂകത എന്നൊക്കെ പറയത്തില്ലേ, അതാണ്. ഇത് ആ കാണുന്ന പാർക്ക് കണ്ടോ, അവിടെയൊക്കെ ഫുള്ള്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലെപ്പോഴും ഇങ്ങനെ എപ്പോഴും ഇവർക്ക് ഇങ്ങനെ പച്ച കളറിലിങ്ങനെ ഇലയായിട്ട് നിൽക്കാനൊന്നും പറ്റത്തില്ല. ഒരു 2-3 മാസം കുറച്ച് ഇല കാണും. അത് കഴിഞ്ഞ് വിൻ്റർ തുടങ്ങുമ്പോഴത്തേനും വീണ്ടും ഇലയെല്ലാം പൊഴിഞ്ഞ് ഇങ്ങനെ നിൽക്കും. പക്ഷേ ഇതിലിങ്ങനെ സ്നോ ഒക്കെ വന്നതിനകത്ത് സ്നോഫോളിൻ്റെ സമയത്ത് ഈ മരം ഫുള്ള് ഇങ്ങനെ സ്നോയിലിങ്ങനെ മൂടി നിൽക്കും. അതൊക്കെ കാണാൻ അടിപൊളിയാണ്. പക്ഷേ ഇപ്പം ഈ മരമൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ് നമ്മൾ വിചാരിക്കത്തില്ല, അയ്യോ അത് പട്ടുപോയി അങ്ങനെയൊക്കെ. പക്ഷേ ഇല്ല, കുറച്ച് വെയിൽ വന്ന് വീണ്ടും സമ്മർ ആകുമ്പോഴത്തേനും അത് വീണ്ടും അടിപൊളിയോ വലിയ മരമായിട്ട് മാറും. അപ്പം ഇന്ന് നല്ല വെയിലുണ്ട്. തിരിച്ചു വരുമ്പോൾ ഈ വെയിൽ കണ്ടാൽ മതിയായിരുന്നു. ഇപ്പോഴെന്ന് പറയുമ്പോൾ വിൻ്ററിൽ ഈ സൺസെറ്റ് സൺറൈസൊക്കെ സണ്ണിന് തന്നെ തോന്നുന്ന സമയത്താണ്. അപ്പോൾ ഒന്നെങ്കിൽ രാവിലെ ഒരു 9-10 മണിയാകുമ്പോഴത്തേക്കും സൂര്യൻ ഇങ്ങനെ ഉദിക്കണോ വേണ്ടെന്നൊക്കെ ആലോചിച്ചിങ്ങനെ വരും. ഒരു 3-4 മണിയാകുമ്പോൾ കറക്റ്റ് സൂര്യൻ അസ്തമിച്ചോളും. അപ്പം ഇച്ചിരി വെട്ടവും വെളിച്ചവും കാണുന്നതാണെങ്കിൽ ഇടയ്ക്ക് വല്ലപ്പോഴാണ് നമുക്ക് ഉള്ള സൺറൈസിൽ കയ്യിൽ നിന്ന് പോയി. നമുക്ക് എന്തായാലും പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കാം. അപ്പോൾ ഞങ്ങൾ ടൗൺ സെൻറ്റർ എത്തി. അപ്പോൾ ഇന്നത്തെ അത്യാവശ്യം ആളും വെട്ടമൊക്കെ ഉണ്ട്. സംഭവം വേറൊന്നുമല്ല, ഇതിപ്പം ഇന്ന് ഇച്ചിരി സൺലൈറ്റ് ഉണ്ട്. ഇതൊരു 1-2 മണിക്കൂറത്തേക്ക് മേ ബി സാധനങ്ങൾ വാങ്ങി തിരിച്ചിറങ്ങുമ്പോഴത്തേനും ഇവിടെ ഒന്നും കാണത്തില്ലായിരിക്കും. അപ്പോഴത്തേന് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എന്ന് പറയുമ്പം 5-5:30 വരെ ഇവിടെ സിറ്റി ലൈഫ് ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യരെ കാണത്തില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് ആൾക്കാരെ കാണുമ്പോൾ നല്ല സന്തോഷമാണേ. ഇവിടെ ക്രിസ്മസ് ആകുമ്പോഴത്തേനും ക്രിസ്മസിന് ലൈറ്റ് ഇടുന്നതൊക്കെ ഭയങ്കര രസമാണ്. അന്ന് ഈ ഡാർലിംഗ്ടണിലുള്ള എല്ലാവരും വരും. ഓൾമോസ്റ്റ് എല്ലാവരും വന്നു. പക്ഷേ ഞാനന്ന് നൈറ്റ് കഴിഞ്ഞ് ഉറങ്ങിപ്പോയി, എനിക്ക് മാത്രം വരാൻ പറ്റിയില്ല. എല്ലാവരും വന്നിട്ട് സാന്റാക്ലോസൊക്കെ വന്ന് ഇങ്ങനെ കൗണ്ട് ഡൗൺ ഒക്കെ ഉണ്ടായിരുന്നു. 10 ഇങ്ങനെ 9, 8, 7 അങ്ങനെ കൗണ്ട് ഡൗൺ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ ക്രിസ്മസ് ലൈറ്റ്സ് ഒക്കെ ഇട്ടത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എവിടെയാണ് ക്രിസ്മസ് ലൈറ്റ്? എന്തേ ഈ മണ്ടേ കാണുന്ന പോസ്റ്റിൽ കുറച്ച് വെച്ചിട്ടില്ലേ, അതാണ് ഇവിടെ കുറച്ചൊക്കെ ഉള്ളൂ. ഡാർലിംഗ്ടണിൽ
ആണെന്ന് തോന്നുന്നു ഏറ്റവും കുറവ്. പക്ഷെ ന്യൂ കാസിലൊക്കെ പോവുകയാണെങ്കിൽ ഇനിയുണ്ട്. ലണ്ടനിലാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഇതാണെങ്കിൽ ക്രിസ്മസ് ലൈറ്റും അതുപോലെ ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ ഉണ്ടാവും. രാത്രിയാകുമ്പോൾ ഇച്ചിരി ഭംഗിയാണേ. സോ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ. കുറച്ചും കൂടെ മുത്തുകളൊക്കെ വെക്കാമായിരുന്നു. എന്നാലും ഇവിടെ പൊതുവേ ബാക്കി സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇച്ചിരി കുറവാണല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കൂടുതലുള്ള സ്ഥലത്ത് പോയി അവിടത്തെ കൂടെ കാണും. ഒമ്പോ പൊളിയല്ലേ. നമുക്ക് എന്തായാലും വാങ്ങി കഴിക്കാമായിരുന്നല്ലേ. ഇവിടെ എങ്ങനെ ഭയങ്കര റേറ്റാണ്. കേക്കേ ഉള്ളൂടാ. ഇതിനകത്ത് പിന്നെ ഇച്ചിരി ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്. പക്ഷെ അതിനെ ഡെക്കറേറ്റ് ചെയ്ത് നശിപ്പിച്ച് കളഞ്ഞു. ഒന്നാകുമോ ചെന്താമരേ ഒന്നാകുമോ. മന്ദാകിനി ഒന്നാകുമോ. പ്രൈമാർക്കിൽ ഫുള്ള് ക്രിസ്മസ് കളക്ഷൻ ആയിട്ടുണ്ട്. നല്ല സുഖം തടവിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു. പൂച്ചക്കുഞ്ഞിനെയൊക്കെ പിടിക്കുമ്പോൾ ഇത് വാങ്ങിയ 2 ബെനിഫിറ്റ് ഉണ്ട്. ഒന്ന്, നമുക്ക് ചെവി തണുക്കാതെയും വെക്കാം. ഇത് 2, നമുക്ക് ഇങ്ങനെ കിലുക്കി നമുക്ക് തന്നെ ഇങ്ങനെ നടക്കാം. നല്ല ക്രിസ്മസിൻ്റെ ഇതിൻ്റെ കമ്പ് ഒടിഞ്ഞു പോയെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെയും വെക്കാം, ഇങ്ങനെയും വെക്കാം. ഇങ്ങനെ വയ്ക്കുമ്പോൾ ചെവി നോക്കുന്നു കേട്ടോ. ഇങ്ങനെയും വെക്കാം. ഇത് സത്യത്തെ കാണാൻ എനിക്കിഷ്ടം. എനിക്കൊരു ഷോൾ വാങ്ങണം. പക്ഷെ അത് എങ്ങനെ ഇടുമെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് കറങ്ങുവാണേ. പുതിയ കളക്ഷൻ വന്നു, ക്രിസ്മസ് കളക്ഷൻ വന്നു. ഇവിടെ കുറേ ക്രിസ്മസ് ഇതൊക്കെ ഉണ്ടോ. എനിക്കൊന്ന് കണ്ണിലിട്ടിട്ട് ഉറങ്ങുന്നതാണ്. ഇതെനിക്ക് എടുക്കണമെന്നുണ്ട്. പക്ഷെ ഇത് കൊള്ളാമോ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. എടുത്തു കഴിഞ്ഞിട്ട് ഈ ഭംഗിയില്ലെങ്കിൽ എനിക്ക് വിഷമോ. എടുക്കാം. ഈ തൊപ്പി വയ്ക്കണോ? അതെ, അതാ എടുത്തോണ്ട് പോയി. ആ തൊപ്പി വയ്ക്കണോ? അതൊന്നും ഒരു നമ്പർ എടുക്കാം. ഒന്നുകൂടെ സ്റ്റൈൽ ചെയ്ത് കൊടുക്കാം. മിക്കവാറും ഈ കടയിൽ നിന്ന് തന്നെ ഇറക്കി വിടും. കൊള്ളാവോ? Is it? Very nice. Thank you. Very nice. അപ്പോൾ ഞങ്ങളിങ്ങനെ സ്റ്റൈൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനോർത്ത് എന്നെ ഓടിക്കാൻ വരികയാണെന്ന് ഒരു അമ്മ പോന്നിട്ട് പറഞ്ഞു നല്ല ഭംഗിയുണ്ടെന്ന്. അതുകൊണ്ട് ഞങ്ങളിത് എടുക്കാൻ പോവുകയാണ് ഗൈസ്. കൊള്ളാം. I'm going to take it. Very nice. I think with your dark hair, it just brings your big smile out your face. It's like lovely. Thank you. Yeah, that's all right. പക്ഷെ ഇതിപ്പോൾ ഇത് 2 ഏതെടുക്കട്ടെ.
ഇതൊരുമാതിരി തലയിൽ വെച്ചപ്പോൾ മത്തങ്ങ കമുത്തി വെച്ച പോലാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ആ അമ്മ പറഞ്ഞു കൊള്ളാം, നമുക്ക് പിന്നെ അവരെ വിഷമിപ്പിക്കരുത്. എനിക്കിങ്ങനെ ആരെയും വിഷമിപ്പിക്കാൻ പറ്റത്തില്ല. ഉടനെ ഞാനതെടുത്ത് ഈ കവറിനകത്തിട്ട്. പക്ഷെ എനിക്കിഷ്ടപ്പെട്ട എടുത്ത് ഇതാണ്. ഇത് രണ്ടിൽ ഏതെടുക്കുമെന്നാണ് ഞാനിങ്ങനെ എനിക്ക് ഭ്രാന്ത് വരുന്നടേ. കളറ് കുറച്ചും കൂടെ മാച്ച് ഈ കളർ രണ്ടിൻ്റെ കൂടെയും ചേരും. ടോട്ടൽ കൺഫ്യൂഷൻ. സോ ഗൈസ് ഇതിൽ ഏതാണ് നല്ലത്? സോ ഗൈസ് അപ്പം നമ്മൾ കുറച്ച് സാധനം മേടിച്ച്, അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച്. ഇതൊക്കെ ഇനി എന്താണ്, ഇത് ഞാൻ ഇടൂലേ എന്നൊക്കെ നമുക്കിനി നമ്മൾ വരുന്ന വീഡിയോസിൽ കാണാം. ഇപ്പോൾ ബില്ല് ചെയ്യാനുള്ള ക്യൂ ആണ്, അത്യാവശ്യം നീണ്ട ക്യൂ ആണ്, ഇന്ന് തിരക്കായതുകൊണ്ട്. യെസ് നല്ലൊരു അപ്പാപ്പനെ നോക്കിക്കേ, നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ അപ്പാപ്പൻ. സോ ഗൈസ് അപ്പോൾ നമ്മൾ ഒരു 50 പൗണ്ട് പൊടിച്ചിട്ടുണ്ട്. പക്ഷേ ബില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൽ എനിക്ക് വേണ്ടുന്ന അത്യാവശ്യമുള്ള ഒരു സാധനം പോലും ഇല്ല. ഇതൊക്കെ ഞാൻ ഇടുമോ ഇല്ലേ. പിന്നെ ഇവിടെ റിട്ടേൺ പോളിസി ഉണ്ട്, കുഴപ്പമില്ല, ഐ ഡോണ്ട് മൈൻഡ്. അപ്പോൾ അടുത്ത ഞങ്ങൾ സൂപ്പർ ട്രക്കിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുമായിരിക്കും ഇത് മറ്റേ മരുന്നൊക്കെ മേടിക്കുന്ന കടയായിരുന്നു. എന്നാലല്ല, ഇവിടെ നിന്ന് കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ മേടിക്കാൻ പോവുകയാണേ. എനിക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹമുണ്ട് ഇടണമെന്ന്. കാരണം നമ്മുടെ കൂടെ ഉള്ള ഇംഗ്ലീഷുകാരൊക്കെ അവരെപ്പോഴും ഇങ്ങനെ മേക്കപ്പ് ഇടും. അപ്പോൾ അതിന് എനിക്ക് അറിയത്തില്ല, ആരുടെ അടുത്തേലും ചോദിച്ചു നോക്കാം. നമ്മുടെ കറക്റ്റ് സ്കിൻ ടോണിന് പറ്റിയതൊക്കെ എടുക്കണ്ടേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കാം, കിട്ടിയാൽ എടുക്കില്ലെങ്കിൽ എടുക്കത്തില്ല, നമുക്കൊന്ന് നോക്കി നോക്കാം. ഇതായിരിക്കുമോ എൻ്റെ കളറ്? എനിക്കറിയത്തില്ല, എനിക്കാണെങ്കിൽ കൺഫ്യൂഷൻ ആവുന്നു. പണ്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ മൂത്തേച്ചൻ എനിക്കൊരു മേക്കപ്പ് സെറ്റ് വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ടേ. അപ്പോൾ അതൊന്നും ഇങ്ങനെ ഇങ്ങനെ ഐ ഷാഡോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അല്ലാതെ അതിന് ശേഷം എനിക്ക് അങ്ങനെ സ്വന്തമായിട്ട് ഞാനൊന്നും അങ്ങനെ വാങ്ങിയിട്ടുമില്ല. എനിക്ക് അറിഞ്ഞും കൂടി ഇതൊക്കെ ഇത് ഐ ഷാഡോ ആണ്. അതിനി മറ്റേ കവളിലിടുന്ന ബ്ലഷിൻ്റെ വല്ല വെറൈറ്റി വല്ല വേണമെന്ന് പറഞ്ഞു. ഇത് ഐ കളറാണ്. പക്ഷെ ഇതെടുക്കാൻ പറ്റാത്തത്. ഇതൊരെണ്ണം എടുത്താലോ? കമോൺ, ഇത് കൊള്ളാമായിരിക്കുമോ? ഇത് എത്ര പൗണ്ടാ? 5 പൗണ്ട്. വെറുതെ എടുത്തേക്കാം അല്ലേ? റവല്യൂഷൻ്റെ ഒരു മോയ്സ്ചറൈസർ ഞാൻ വാങ്ങിയിട്ടുണ്ട്. എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ല ഗൈസ്. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാമോ പ്ലീസ്? ഗൈസ് അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചു. ഞാൻ എങ്ങനെയൊക്കെയോ തപ്പി കുറച്ച് ഫൗണ്ടേഷനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് യൂസ് ചെയ്യില്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് നോക്കാം. പിന്നെ നമ്മുടെ കൗൺസിലുകാർ ചെയ്തതിനെക്കാട്ടി മറ്റേ നെക്സ്റ്റുകാർ ചെയ്തിട്ടുണ്ട്. നോക്കി എന്ത് ഭംഗിയാണ് അവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ കാണാൻ, നല്ല രസമുണ്ടല്ലേ. അപ്പം രാവിലത്തെ പോലല്ലേ ഇപ്പം സംഭവം. സൺസെറ്റൊക്കെ സൺസെറ്റല്ലല്ലോ, ഇത് ഞാൻ എപ്പോഴും തെറ്റിക്കും. എന്നുവെച്ചാൽ സൺലൈറ്റൊക്കെ പോയി, പിന്നെ നല്ല തണുപ്പായി. പിന്നെ ആൾക്കാരൊക്കെ കൂടെ അണഞ്ഞു തുടങ്ങി. ഇവിടെ ഇപ്പോൾ ഒരു 2:30-3 മണിയായുള്ളൂ. ഒരു 2 മണിക്കൂറും കൂടെ കഴിഞ്ഞ് വന്നാൽ ഇവിടെ ഈച്ചക്കുഞ്ഞ് പോലും കാണത്തില്ല. എല്ലാവരും വീട്ടിൽ കയറി. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് വൈകുന്നേരം 4 മണി 5 മണിക്കാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ സൂര്യൻ അസ്തമിക്കുന്നതും ഒരു 4:30 ആകുമ്പോൾ അസ്തമിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് ഇവരെയും തെറ്റി പറയാൻ പറ്റത്തില്ല. ഇവിടെ എന്ത് കാണാൻ ലൈറ്റ് പോലും ഇല്ലാണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതൊക്കെ ഇനി വീട്ടിൽ പോയി വാങ്ങിയ സാധനങ്ങളൊക്കെ ഒന്ന് ഇട്ടൊക്കെ നോക്കണം. എന്നിട്ട് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ നേരെ ലണ്ടനിലോട്ട് അപ്പോൾ ഇനി ലണ്ടൻ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.